എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഒരു വട്ടം കൂടെ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉള്ള ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിംഗ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ബ്രേക്കപ്പ് ആയതിനു ശേഷമോ അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം കൊണ്ട് പിരിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ കാണാതെ ആയിട്ടും മിണ്ടാതെ ആയിട്ടും ഒരുപാട് നാളായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ അവരുടെ മനസ്സിലൊരവസ്ഥ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3 മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്, ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി എത്രയും പെട്ടെന്ന് കൂടിച്ചേരണം എന്നാണ് ആഗ്രഹം. പക്ഷേ അവരുടെ മനസ്സിലെ വേറൊരു വിഷമം അല്ലെങ്കിൽ ഉള്ള ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ചേർന്ന ആളല്ല എന്നൊരു തോന്നലും കൂടെ ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്. പക്ഷെ നിങ്ങളുമായിട്ടൊരു ലൈഫാണ് ആളുടെ സ്വപ്നം. സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൂടി ചേരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ടുഗദർനെസ് നമ്മൾ കാണുന്നില്ല. പക്ഷെ നിങ്ങളാണ് ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ തന്നെ വളരെയധികം സന്തോഷവും ആ സ്നേഹവും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആ വ്യക്തിക്കുള്ളത്. പക്ഷെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചോ പ്രേമത്തെക്കുറിച്ചോ ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ചിന്തയാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് തന്നെ വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ ഒരു ചർച്ചക്കുറവുണ്ടെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. തേർഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ശ്രമം എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്നും വരുമൊന്നുമില്ല. പക്ഷേ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനാണ് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം. അതായത് നിങ്ങളെ മറക്കാനായിട്ട് വർക്കിൽ വല്ലാതെ മുഴുകിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അത്രയ്ക്കും സ്നേഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു റീസൺ കാരണം നിങ്ങളടുത്തേക്ക് വരുന്നില്ല. പക്ഷെ നിങ്ങളെ ഓർത്ത് ലൈഫ് ലോങ് വെയിറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്.